Hi students, +1 പരീക്ഷയ്ക്ക് അവസാന വട്ട തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഫിസിക്കൽ വേൾഡ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാവുന്ന ഒരു ഭാഗമാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ എന്ന ഭാഗം. അതിലെ കുറഞ്ഞ പോയിന്റുകൾ ഞാനൊന്നിവിടെ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ പ്രധാനമായിട്ട് 4 ഫോഴ്സസ് ആണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആയിട്ടുള്ളത്. അതിലൊന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 3 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, 4 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാ? വീക്ക് എന്ന് കാണുമ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് എന്ന് എഴുതരുത്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമാണ്. ഇപ്പോൾ മറ്റൊരു ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് സ്ട്രോങ്ങർ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ് സ്ട്രോങ്ങർ. ആരേക്കാൾ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാൾ. അപ്പോൾ നമ്മളോട് അറേഞ്ച് ചെയ്യാൻ പറയും. അറേഞ്ച് ദ ഓർഡർ ഓഫ് ദ ഫോഴ്സസ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങർ. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ നമ്പർ എത്രയാണ്? 3 ആണ് ഏറ്റവും വലുത്. അതിനുശേഷം ഏതാണ് സ്ട്രോങ്ങർ? രണ്ടാമത്തതാണ്, 2 ആണ് പിന്നെ വലുത്. പിന്നെ അടുത്ത വലുത് ഏതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, നമ്പർ 4 ആണ് ഏറ്റവും വലുത്. ഏറ്റവും വീക്കസ്റ്റ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ചിലപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാം. ഇവിടെ 2 ബോഡികൾക്കിടയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ് ബൈ വെർച്യൂ ഓഫ് ദെയർ മാസസ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. അതേപോലെ തന്നെ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോങ് ഡിസ്റ്റൻസ് എവേയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. 2 ബോഡികൾക്കിടയിലുള്ള ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. ഭൂമി ഒരു വസ്തുവിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും 2 ഫോഴ്സ് കൂടി ചേർന്നതാണ് ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സും, ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 മാഗ്നറ്റ്സ്. ഇപ്പോൾ ചാർജ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോൾസ് ഏതൊക്കെയുണ്ട്? മാഗ്നറ്റിക് പോൾസ് ഏതൊക്കെയാണ്? സൗത്ത് പോളുണ്ട്, നോർത്ത് പോളുണ്ട്. അപ്പോൾ 2 നെഗറ്റീവ് ചാർജുകൾ റിപ്പൽ ചെയ്യും, 2 പോസിറ്റീവ് ചാർജുകളും റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും അട്രാക്ട് ചെയ്യും. അവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫോഴ്സ്. 2 പോൾസ്, നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്ട് ചെയ്യും. നോർത്തും റിപ്പൽ ചെയ്യും, നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും. ആ 2 പോളുകൾക്കിടയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി മൂന്നാമത്തെ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. പ്രപഞ്ചത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ആരുണ്ട്? ന്യൂക്ലിയോണുകളുണ്ട്. ഈ ന്യൂക്ലിയോണുകൾക്കിടയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയോണുകൾ ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് ഈ ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ ഈ ന്യൂക്ലിയോണുകളെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫോഴ്സ് വളരെ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് ആ ന്യൂക്ലിയോണുകൾക്കിടയിൽ. 2 പ്രോട്ടോണുകൾക്കിടയിലും 2 ന്യൂട്രോണുകൾക്കിടയിലും ഒരു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ ഇടയിലും ഒക്കെ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ചാണ്. ന്യൂക്ലിയോണുകൾ വളരെ അടുത്തായിരിക്കുമ്പോഴാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ 4ാമത്തെ തരം ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ ഫോഴ്സ് പെട്ട 4ാമത്തെ ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ദ ഫോഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ബീറ്റ ഡികേ ഓഫ് ദ ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന റേഡിയേഷനാണ് ബീറ്റ റേഡിയേഷൻ. ആ ബീറ്റ റേഡിയേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സുകളെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ മാത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ പോയിന്റുകൾ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.